ഹൃദയം എന്ന സിനിമയ്ക്ക് ശേഷം വിനീതും പ്രണവും മേരിലാൻഡ് സിനിമാസും വീണ്ടും ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നിക്കുകയാണ്. അതിൽ ധ്യാൻ ശ്രീനിവാസൻ കൂടെ ചേരുന്നു. ഒപ്പം വിനീത് ഫിലിം സ്കൂളിലെ എല്ലാവരും ഈ സിനിമയിലുണ്ട്. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഫസ്റ്റ് ഹാഫ് ഒരു ഇമോഷണലായിട്ട് കൊണ്ടുപോകുമ്പോൾ സെക്കൻഡ് ഹാഫ് കുറേ കൂടി പ്രസൻറ്റ് കാലഘട്ടം കാണിക്കുന്ന സമയത്ത് കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു രസമായിട്ട് പോയിട്ടുണ്ട്. ഇപ്പം എനിക്ക് പേഴ്സണലി തോന്നിയെന്ന് വെച്ചാൽ വിനീതിൻ്റെ ഒരു സോൺ എന്ന് പറയണത് ഈ ഒരു എന്താ പറയുക വടക്കൻ സെൽഫി തട്ടത്തിമ്മറ ഇതിലെ പോലെ ആ ഫ്രണ്ട്ലി വൈബിൽ പോകുമ്പോൾ വിനീതിൻ്റെ ഒരു മാജിക് എന്ന് പറഞ്ഞാൽ അവിടെയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നേരെ മറിച്ച് വിനീത് ഇമോഷണലായിട്ടുള്ള സ്റ്റോറികൾ പറയുമ്പോൾ ഇപ്പോൾ ജേക്കബിൻ്റെ സ്വർഗരാജ്യം ആയിക്കോട്ടെ, ഹൃദയം, അതിലൊക്കെ പല രംഗങ്ങളും വർക്കൗട്ട് ആയിട്ടുണ്ട് എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കുറേയും കൂടിയും എന്തോ ഒരു 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 ചെറിയ മിസ്സിങ് എലമെൻ്റ് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഈ വർഷങ്ങൾക്ക് ശേഷത്തിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി കൂടുതലായിട്ട് വിനീതിനെ കൊണ്ട് താങ്ങാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറിയാണോ അല്ലെങ്കിൽ അത്ര സീനുകളാണോ ഈ സിനിമയിലുള്ളത്. ഒരുപക്ഷെ അനുഭവത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളായിരിക്കും. ഞാൻ ഈ പറയണതെന്ന് വെച്ചപ്പോൾ ശ്രീനിവാസനും അതുപോലെ പണ്ടത്തെ കാലഘട്ടത്ത് ഇത്തരം അനുഭവങ്ങളോടെ കടന്നു പോയവരും അത് പറയുമ്പോൾ കുറേയും കൂടിയും നമുക്കത് ഫീൽ ചെയ്യും. ഇപ്പോൾ വിനീതൊക്കെ കുറേ അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്തത് കൊണ്ട് തന്നെ അതൊരു ഉപരി വിപ്ലവമായിട്ട് മാറുന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. എന്തായാലും പടത്തിൻ്റെ ഒരു വൈബ് അല്ലെങ്കിൽ കുറച്ച് കയ്യടികൾ, കുറച്ച് ചിരിയൊക്കെ വരുന്നത് സെക്കൻഡ് ഹാഫിലാണ്. കാരണം പ്രസൻറ്റ് മൊമെൻറ്റിൽ ചെല്ലുന്നതൊക്കെ ആ ഒരു സമയത്താണ്. അവിടെ ഇപ്പോൾ ബേസിലായിക്കോട്ടെ, നീരജ് ആയിക്കോട്ടെ, ചെറിയ രംഗങ്ങളിൽ വരുന്ന ആൾക്കാരെ നിവിൻ പോളി എല്ലാവരും നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ട്ലി വൈബുള്ള സീനുകളൊക്കെ തന്നെ ഗംഭീരമായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ശരിക്കും കുറേ കൂടി ക്രിഞ്ച് ഫെസ്റ്റിവലായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഹൃദയത്തിലും അതുപോലുള്ള സിനിമകളിലൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ ക്രിഞ്ച് തോന്നിയിട്ടുണ്ടെങ്കിലും പടം മൊത്തത്തിൽ വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് വിനീതിൻ്റെ ഒട്ടും വർക്കാവാത്തൊരു പടം എന്ന് പറയുന്നത് തീരെയാണ്. അത് കഴിഞ്ഞാൽ മറ്റൊരു രീതിയിലുള്ള സിനിമയാണെങ്കിൽ പോലും എനിക്ക് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ വർക്കാവാത്തൊരു സിനിമ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രണവായിക്കോട്ടെ, ധ്യാനായിക്കോട്ടെ, എല്ലാവരും ചെറിയ വേഷങ്ങളിൽ വന്നവർ തൊട്ട് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രണവിൻ്റെ 1-2 സീനുകൾ ലാലേട്ടൻ കാണിക്കുന്ന പോലെ ഉള്ള സംഭവങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. അത് അങ്ങോട്ട് വർക്കായിട്ടില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ബാക്കിയൊക്കെ പുള്ളി നന്നായിരുന്നു. പിന്നെന്താ പറയുക, ചില രംഗങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ തോന്നിവാസമാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. അത് നിങ്ങൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, എനിക്ക് അറിയില്ല. എന്തായാലും മൊത്തത്തിൽ ഇതാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. കുറച്ചുകൂടി ബെറ്റർ സെക്കൻഡ് ഹാഫ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഈ ഒരു രീതിയിലായിരുന്നു. മാക്സിമം ഒരു തവണ നമുക്ക് ബോറടിച്ചുകൊണ്ടിരിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ വെറുതെ പോയി കാണാമെന്നല്ലാതെ അത്ര ഗംഭീര സിനിമയാണെന്ന് എനിക്ക് തോന്നിയില്ല. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് കാണാം. താങ്ക് യു.